അല്ലാഹുവിന്റെ ദീൻ, മുഇസ്സത്തിന്റെ ദീൻ, കറാമത്തിന്റെ ദീൻ. അല്ലാഹുവിന്റെ അമ്പിയാക്കൾ അല്ലാഹുവിന്റെ മഹത്തുക്കളുടെ കറാമത്ത് കൊണ്ടും അമ്പിയാക്കളുടെ മുഇസ്സത്ത് കൊണ്ടും ആണ് ഇവിടെ ദീനെ നിലനിർത്തിയത്. ദീൻ എവിടെ ഖിയാമത്ത് നാൾ ദീനിന്റെ ഇസ്സത്തിനെ എവിടെ പിടിച്ചു നിർത്തിയത്? ഈ മേഖലയാണ് അഷ്റഫുൽ ഖൽഖ് നമുക്ക് പഠിപ്പിച്ചു തന്ന മേഖല. ശരി, അപ്പോ ഇതാർക്കാ നിഷേധിക്കാൻ കഴിയ? ഇങ്ങനത്തെ ആൾക്കല്ലാതെ ഇവിടെ ദീൻ നിലനിർത്താൻ കഴിയൂല. അപ്പൊ ദീനിനെ ഇവിടെ നിലനിർത്തണമെങ്കിൽ മുഇസ്സത്തും കറാമത്തും വേണം, അല്ലാത്തവർക്ക് ദീനുൽ ഇസ്ലാമിനെ ഇവിടെ നിലനിർത്താൻ കഴിയൂല. മനസ്സിലായി? അതിന് അസൂയ വെച്ചിട്ട് കാര്യമില്ല. നമ്മൾ ചെറുപ്പത്തിലെ നമ്മൾ അല്ലാഹുവിന്റെ മഹത്തുക്കളെ തേടി നടന്നു, അല്ലാഹുവിന്റെ മഹത്തുക്കളെ തേടി നടന്നു. കുടുംബം വിട്ടു, ദുനിയാവും വിട്ടു, എല്ലാം വിട്ടുകൊണ്ട് അല്ലാഹുവിന്റെ മഹത്തുക്കളിലേക്ക് തേടി നടന്നു. ഒരുപാട് കാലത്തോളം കൊല്ലങ്ങൾ വളരെ ചെറുപ്പത്തിൽ തേടി നടന്നു. ഒരുപാട് വർഷങ്ങൾ അങ്ങനെ തേടി നടന്നു. ഇന്ന് 40 ജില്ലാനും 45ഓളം വർഷമായി അങ്ങനെ നടന്നിട്ട് അല്ലാഹുവിന്റെ മഹത്തുക്കളുമായിക്കൊണ്ട് നമ്മുടെ മശായിഖന്മാരുമായിക്കൊണ്ട് അവരുടെ പൊരുത്തത്തോട് കൂടിയിട്ട് നമ്മളവരെ തേടിപ്പിടിച്ചു. അത് വേറിരുത്താനും വിടാനൊന്നും ആർക്കും കഴിയൂല. അപ്പൊ അവര് കാണിച്ചു തന്ന ദീനാണ് നമ്മളെ ദീൻ. മനസ്സിലായി? പരിശുദ്ധമായിരിക്കുന്ന ദീനുൽ ഇസ്ലാം, അഷ്റഫുൽ ഖൽഖിന്റെ ദീൻ, ആ മുഇസ്സത്തിന്റെ ദീനാണ് നമ്മളെ ദീൻ. മനസ്സിലായി? അതാണ് ശരിയായിരിക്കുന്ന ദീൻ.